നമ്മൾ മലയാളികൾക്ക് ഊണിനൊരു മീൻകറി അത് നിർബന്ധമാണ് അല്ലേ? അത് കേരളക്കാർക്ക് പ്രത്യേകിച്ചും അത് ഉണക്കലായാലും മതി. അന്ന് നമുക്ക് അങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ? എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് അല്പം കടുകും അല്പം ഉലുവായും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നമ്മുടെ മീൻ കേരളക്കാർക്ക് പ്രത്യേകിച്ചും മീൻകറി അത് അത്ര ഇഷ്ടമുള്ളൊരു കറിയാണ്. അത് എനിക്കും അങ്ങനെ കേട്ടോ. ഒരു മീൻകറി ഇല്ലാതെ ചോറുണ്ണാൻ പറ്റുകയില്ല. അത് എന്തായാലും വേണ്ടില്ല, ഉണക്കലായാലും മതി, പച്ചയായാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ മസാലയായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മെല്ലെ ചെറിയ തീ വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ പുളിവെള്ളം നമുക്ക് ചേർക്കാം. പുളിവെള്ളം കുടംപുളി ഇട്ട വെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ചത്, ഉപ്പും കുടംപുളിയും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് ചെറുതായിട്ട് ചാറൊന്ന് കുറുകി വരുന്ന പോലെ ആക്കുക. കുറേശ്ശെ ഒഴിച്ചൊഴിച്ചൊന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ വൃത്തിയാക്കി വെച്ച നമ്മുടെ മീനിലോട്ട് ഒഴിക്കണം. നമ്മുടെ മീനെന്ന് പറയുമ്പം ഇത് നമ്മുടെ സ്രാവാണ്. അതിൻ്റെ തൊലി പൊളിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. എന്നാലും ഞാൻ സഹിച്ചു തൊലി പൊളിച്ച് വൃത്തിയാക്കി. നമ്മളെ മീൻ റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ ഊണിന് മീൻ കൂട്ടുമ്പോൾ നമ്മുടെ പരാതിയും പരിഭവവും എല്ലാം മാറും. നമ്മളതിന് മേമ്പടിയായിട്ട് ഒരു നുള്ളുരുവായി 4 കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് അടച്ച് വെച്ച് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് തുറന്ന് നോക്കാൻ മണം മതി, നമ്മുടെ വയറ് നിറയും. നമുക്കൊരു പ്ലേറ്റ് ചോറുണ്ണ ഇങ്ങനെ ഒരു മീൻ കറി മതി. പിന്നെ എന്തിനാലേ മറ്റേ 2-3 കൂട്ടം കറികൾ, ഈ ഒരൊറ്റ മീൻ കറി മതി.